എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലെ EVS ഇംഗ്ലീഷ് മീഡിയത്തിലെ ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്ന 1ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ വേണമെന്ന് കുറെ പേർ കമന്റിൽ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു ക്ലാസ് നടത്തുന്നത്. നമുക്ക് ചോദ്യങ്ങൾ പരിശോധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Which of the following statements regarding the adaptations of fish is incorrect? Option A: they have a boat-like body shape with both ends pointed. Option B: they have a slimy or slippery body. Option C: they breathe using scales. Option D: they use their tail fins to change direction while moving. ക്വസ്റ്റ്യൻ നമ്മുടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വായിച്ചിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റിന്റെയും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഉത്തരം കണ്ടെത്തുക. ഉത്തരം കണ്ടെത്തിയതിനു ശേഷം മാത്രം ബാക്കി കാണുക. ഓക്കെ, നോക്കാം. എന്താണ് നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചത്? നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. Which of the following statements regarding the adaptations of fish is incorrect? ഇൻകറക്റ്റ് ആയതാണ് ചോദിച്ചത്. എന്ത്? അഡാപ്റ്റേഷൻസ് ഓഫ് ഫിഷ്, അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ പഠിക്കുന്നത് അഡാപ്റ്റേഷൻസ് ഓഫ് ഫിഷ് ആണ്. എന്തൊക്കെയാണ് മത്സ്യത്തിന്റെ അനുകൂലനങ്ങളായിട്ട് പഠിച്ച കാര്യങ്ങൾ. അതിൽ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്, തെറ്റായി വരുന്നത് ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റും വായിച്ചു നോക്കാം. They have a boat-like body shape with both ends pointed. നമുക്ക് ആ ഫസ്റ്റ് പിക്ചറെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു തോണിയുടെ ബോട്ടിന്റെ ചിത്രം ഉണ്ടായിരുന്നു, മത്സ്യത്തിന്റെ ചിത്രം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയ കാര്യം എന്താണ്? ദ ബോഡി ഷേപ്പ് ഓഫ് ഫിഷ്. They have a boat-like body shape. ബോട്ട്-ലൈക്ക് ബോഡി ഷേപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? തോണിയുടെ ഇതുപോലുള്ള ആകൃതിയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? Both ends are pointed. രണ്ടഗ്രവും കൂർത്തിട്ടാണ്. ഇപ്പൊ രണ്ടഗ്രവും കൂർത്ത തോണിയുടേത് പോലുള്ള ആകൃതി. ശരിയായ പ്രസ്താവനയാണ്. മത്സ്യത്തിന് അത് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ടിക്കിട്ട് വെച്ചു. ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്: they have a slimy or slippery body. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ടേം ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. വഴുവഴുത്ത, കൊഴുപ്പുള്ള എന്നുള്ളൊരു അർത്ഥത്തിലാണ് സ്ലൈമി അല്ലെങ്കിൽ സ്ലിപ്പറി, വഴുക്കലുള്ള എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബോഡിയുടെ പ്രത്യേകത എന്താണ്? യെസ്, മത്സ്യത്തിന്റെ ബോഡി, ദ ബോഡി ഓഫ് ഫിഷ് ഈസ് സ്ലൈമി ഓർ ഇറ്റ് ഈസ് സ്ലിപ്പറി. ഓക്കെ, അപ്പൊ അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ശരിയായ പ്രസ്താവനയാണ്. ശരിയിട്ടു. ദ തേർഡ് വൺ: ദേ ബ്രീത്ത് യൂസിങ് സ്കെയിൽസ്. ശരിയായ പ്രത്യേകത ആണോ? മത്സ്യങ്ങൾ സ്കെയിൽസ് ഉപയോഗിച്ചിട്ട് ആണോ ശ്വസിക്കുന്നത്? ബ്രീത്ത് യൂസിങ് സ്കെയിൽസ്. സ്കെയിൽസ് എന്നാൽ എന്താണ്? അതിന്റെ സ്കിന്നിലുള്ള ചെതുമ്പലുകളാണ്. സ്കെയിൽസ് നമുക്ക് കാണാൻ സാധിക്കില്ല. മത്സ്യത്തിന്റെ ബോഡിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സ്കെയിൽസിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സ്കെയിൽസ് ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അവയവം അല്ല. ദേ ആർ നോട്ട് യൂസ്ഡ് ഫോർ ബ്രീത്തിങ്. ദെൻ വിച്ച് ഈസ് ദ ഓർഗൻ ഫിഷ് യൂസസ് ടു ബ്രീത്ത്? ഏതാണ് ആ അവയവം, ഓർഗൻ ഏതാണ്? യെസ്, വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഗിൽസ്. ഓക്കെ, അതിന്റെ ചെകിളപ്പൂക്കൾ, ഗിൽസ് ഉപയോഗിച്ചിട്ടാണ് മത്സ്യം ശ്വസിക്കുന്നത്. സോ ദിസ് ഈസ് എ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ അവിടെ തെറ്റിട്ട് വെച്ചു. സോ ദ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്: they use their tail fins to change direction while moving. കറക്റ്റായ ഒരു പ്രസ്താവനയാണ്. They use their tail fins to change the direction while moving. അവർ സഞ്ചരിക്കുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, ദിശ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? അവരുടെ വാൽച്ചിറകുകളാണ്. ടെയിൽ ഫിൻസ് ആണ്. ഓക്കെ, അപ്പോൾ ശരിയായ പ്രസ്താവന ശരിയാണ്. നമുക്ക് കണ്ടെത്തേണ്ടിയിരുന്നത് ഏതാണ്? The incorrect statement in these statements. Okay, which one is the incorrect statement? The third one. See, they breathe using scales. That is our answer. They don't
breathe using scales. Fish breathe using gills. Okay, so it is the correct answer. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓർ അഡാപ്റ്റേഷൻസ് ദാറ്റ് ഹെൽപ്പ് പ്ലാന്റ്സ് ഗ്രോ ഇൻ ദ ഡെസേർട്ട്? ഡെസേർട്ടിൽ വളരുന്ന സസ്യങ്ങളുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്, അവരെ അവിടെ വളരാൻ സഹായിക്കുന്നതിൽ ഇത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? ഓക്കെ, then tell me, what do you call the plants that grows in deserts? What is the common name for plants living in deserts? Xerophytes. Okay, so നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ഈ സെറോഫൈറ്റ്സിന്റെ അനുകൂലനങ്ങളായിട്ട്, അഡാപ്റ്റേഷൻസ് ആയിട്ട് വരുന്ന പ്രത്യേകതകൾ ഈ തന്നതിൽ ഏതൊക്കെയാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പരിശോധിക്കാം. തിൻ സ്റ്റെംസ്. തിൻ സ്റ്റെംസ് ശരിയായ പ്രത്യേകത ആണോ? നേർത്ത തണ്ടുകൾ, വണ്ണം കുറഞ്ഞ തണ്ടുകൾ. ഈ സ്റ്റെംസിന്റെ പ്രത്യേകത എന്തായിരിക്കണം? അവിടെ വണ്ണം കൂടിയ തണ്ടുകളായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ദേ ക്യാൻ സ്റ്റോർ വാട്ടർ ഇൻ ദ സ്റ്റെംസ്. അപ്പൊ ഈ തിൻ സ്റ്റെംസ് ആകുമ്പോൾ പ്രത്യേകത എന്താണ്? അവർക്ക് ശരിയായ അളവിൽ വെള്ളം ശേഖരിച്ചു വെക്കാൻ കഴിയില്ല. കാരണം അവിടെ വെള്ളം ലഭിക്കുന്ന സമയത്ത് അവർ മാക്സിമം സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷെ ഈ തിൻ സ്റ്റെംസ് ആകുമ്പോൾ ആ ഒരു കാര്യം നടക്കില്ല. അപ്പോൾ അത് തെറ്റായ ഒരു അഡാപ്റ്റേഷൻ ആണ്. ഇവിടെ തന്നത് നമുക്ക് ഓപ്ഷനിൽ തെറ്റിടാം. The second one, deep roots. So we know that it is not easy to get water in the desert. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സസ്യങ്ങളെ പോലെ എളുപ്പത്തിൽ വെള്ളം അവർക്ക് ലഭിക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം? അവര് വെള്ളത്തെ അന്വേഷിച്ച് താഴോട്ട് വേര് പോകണം. They need deep roots. So that is a correct statement. They need deep roots to collect water from the desert. Okay. So the third one, large leaves. Large leaves. ഈ ലാർജ് ലീവ്സ് ഉണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പഠിച്ചത് എന്താണ്? അവയ്ക്ക് മുള്ളുകളായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഇലകളായിരിക്കും, അല്ലെങ്കിൽ ഇലകൾ ഉണ്ടായിരിക്കില്ല എന്നാണ്. So what is the problem when these xerophytes have large leaves? Large leaves ഉണ്ടാകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണ്? വലിയ ഇലകൾ ഉണ്ടാകുമോ? There will be evaporation. ഈ ലീവ്സിൽ നിന്ന് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകും, ബാഷ്പീകരിച്ച് പോകും. അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സസ്യത്തിന്, അല്ലെങ്കിൽ തന്നെ അവിടെ വെള്ളം വളരെ കുറവാണ്, ഉള്ള വെള്ളം കൂടി അങ്ങനെ പോയി കഴിഞ്ഞാൽ സസ്യം നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ് അവര് ഒരിക്കലും വലിയ ഇലകൾ നമുക്ക് മരുഭൂമിയിലെ സസ്യങ്ങളിൽ കാണാൻ സാധിക്കാത്തത്. ഒന്നുകിൽ എന്തായിരിക്കും? മുള്ളുകളായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഇലകളായിരിക്കും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. സോ നമുക്കിവിടെ തെറ്റിട്ട് വെക്കാം. The last one, fourth one, waxy coating on stems. Is there a waxy coating on the stems of these plants living in the desert? Yes, there is. Why? These waxy coatings helps the plants to prevent evaporation of water. ഈ വെള്ളം ഈ തണ്ടുകളിൽ നിന്ന് ആവിയായി പോകുന്നത് തടയാൻ ആര് സഹായിക്കും? These waxy coatings. So this is a correct statement. So let's check which ones are correct. The first one is wrong. The second one is right. The third one is wrong. The fourth one is right. So second and fourth one, which option gives us second and fourth one? Option B. So we have to select the option B as our answer. Okay. Now let's take a look at the third question. Examine the statements regarding the adaptations of water lily and choose the correct one. Let's read the statements. They do not decay in water because of the waxy coating on their leaves and stems. Second one, air sacs in the leaves and stems help them float in water. So what do you think? What do you think about these two statements? Are they correct or are they wrong? Let's check it. എന്തിന്റെ അഡാപ്റ്റേഷൻസ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്? വാട്ടർ ലില്ലി
ലോട്ടസിൻ്റെതായാലും വാട്ടർ ലില്ലിയുടേതായാലും നമുക്ക് സെയിം അഡാപ്റ്റേഷൻസ് ആണ് പഠിക്കാനുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ, ദേ ഡു നോട്ട് ഡീകേ ഇൻ വാട്ടർ ബിക്കോസ് ഓഫ് ദ വാക്സി കോട്ടിംഗ് ഓൺ ദെയർ ലീവ്സ് ആൻഡ് സ്റ്റെംസ്. സോ ഇത് നിങ്ങൾ പഠിച്ച കാര്യമായിരിക്കും. ദർ ഇസ് എ വാക്സി കോട്ടിംഗ് ഓൺ ദെയർ ലീവ്സ് ആൻഡ് സ്റ്റെംസ്. അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് അതിന്റെ യൂസ്? വെള്ളത്തിലാണ് ഈ സസ്യങ്ങൾ വളരുന്നത് അല്ലെ. എപ്പോഴും വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഇലകളും തണ്ടുകളും ഒക്കെ അഴുകിപ്പോകും, ചീഞ്ഞു പോകും. അങ്ങനെ ഡീകേ അല്ലെങ്കിൽ റോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്സി കോട്ടിംഗ് ഉള്ളത്. അപ്പൊ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കിവിടെ ടിക്കറ്റ് വെക്കാം. Now the second statement, air sacs in the leaves and stems help them float in water. There are a lot of air sacs in these plants. We can see the air sacs when we cut a piece of leaves or when we cut a piece of stems. നമുക്ക് അതിലൊക്കെ കാണാൻ സാധിക്കും. So what is the use of this? These plants want to float on the water. So these air sacs help them to float on the water. So it is a correct statement. So നമുക്ക് അവിടെ ശരിയിട്ട് വെക്കാം. എയർ സാക്സ്, വായു അറകൾ ഈ സസ്യങ്ങളെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നുണ്ട്. So we have to select the correct statements. Which one are correct? Both of them are correct. So option A, both are correct. അതാണ് നമ്മുടെ ആൻസർ. Now the fourth question. Identify the organism from the following physical features. So there are some physical features of some animal or organism. We have to find out which one is this. So first we need to read the statements. Let's read the statements. The first one, webbed feet. അല്ലെങ്കിൽ എങ്ങനെയും പറയാം, fingers are connected with skin. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് വായിക്കുമ്പോൾ, വെബ്ഡ് ഫീറ്റ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പക്ഷി വരും അല്ലെ. ഏതാണ് ആ പക്ഷി? താറാവായിരിക്കും വരിക. അപ്പൊ നമുക്ക് ഈ ഡക്ക് കറക്റ്റ് ആൻസർ ആണോ എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പറയാൻ സാധിക്കില്ല. സോ we have to read all of the remaining statements also. So let's check the remaining statements. The second one, wings used as paddles or flippers. എന്ത് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്? വിങ്സ്, ചിറകുകൾ എന്തായി ഉപയോഗിക്കുന്നു? പാഡിൽസ്, തുഴകൾ, അല്ലെങ്കിൽ ഫ്ലിപ്പേഴ്സ്, തുഴയാനുള്ള ഭാഗമായിട്ട് ഈ ജീവി ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തേത് എന്തായിരുന്നു? വെബ്ഡ് ഫീറ്റ് ആയിരുന്നു. സെക്കൻഡ് വൺ എന്താണ്? ദ വിങ്സ് ആർ യൂസ്ഡ് ആസ് പാഡിൽസ് ഓർ ഫ്ലിപ്പേഴ്സ്. അതിൽ നമ്മുടെ താറാവിൻ്റെത് തന്നെയാണോന്ന് നമുക്കൊരു സംശയം വരും. താറാവ് സാധാരണ ഡക്ക് ചിറക് ഉപയോഗിച്ചിട്ട് തുഴയുന്നില്ല അല്ലെ, അതിന്റെ വെബ്ഡ് ഫീറ്റ് ഉപയോഗിച്ചിട്ടാണ് തുഴയുന്നത്. Now let's read the final statement. A layer of fat under the skin to resist cold. There is a layer of fat under the animal's skin to resist cold. So which one will be the organism we are looking for? ആ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി, തേർഡ് സ്റ്റേറ്റ്മെന്റോട് കൂടി നമുക്ക് ആള് മനസ്സിലായി. ഇറ്റ് ഈസ് നോട്ട് ഡക്ക്, ബട്ട് ഇറ്റ് ഈസ് പെൻഗ്വിൻ. The option C, penguin is our correct answer. So we have to make the decision. It is the correct answer. A penguin നമ്മൾ ടിക്കറ്റ് വെച്ചു. Okay. Now the fifth question. Which of the following is an incorrect pair? Which of the following is an incorrect pair? താഴെ തന്നതിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് നോക്കേണ്ടത്. So let's read the options. Stores water in the form of fat in the hump. Camel. We know that camel has a hump and it is used to store water in the form of fat. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫാറ്റിന്റെ രൂപത്തിൽ ക്യാമൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? അവിടെ വെള്ളം കുറവേ ലഭിക്കൂ. കിട്ടുന്ന സമയത്ത് മാക്സിമം വെള്ളം അത് കുടിച്ചിട്ട് തന്റെ ഹമ്പിൽ, മുഴയിൽ അല്ലെ, മുതുകിൽ ഒരു മുഴയുണ്ട്, അവിടെ കൊഴുപ്പ് രൂപത്തിൽ ശേഖരിച്ചു വെക്കും. എന്നിട്ട് ആവശ്യമുള്ള സമയങ്ങളിൽ അത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ക്യാമലാണ് കറക്റ്റായ പെയറാണ്. നമുക്കവിടെ ടിക്കറ്റ് വെക്കാം. നെക്സ്റ്റ് വൺ, വെബ്ഡ് ഫീറ്റ് ഡക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഡക്കിന് എന്തുണ്ട്? വെബ്ഡ് ഫീറ്റ്, ചർമ്മബന്ധിതമായ വിരലുകളുണ്ട്. ദ തേർഡ് വൺ, സി, ഗിൽസ് ഫോർ ബ്രീതിങ്. ഫ്രോഗ്, ഗിൽസ്, ഫ്രോഗ്. ശരിയാണോ?
ഗിൽസ് ആരാണ് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ഫിഷ്. സോ നോട്ട് ഫ്രോഗ്. ഫ്രോഗ് നമുക്ക് അറിയാം അല്ലെ, സ്കിന്നാണ് വെള്ളത്തിൽ ഉപയോഗിക്കുന്നത്, കരയിലാകുമ്പോൾ അത് ലങ്സ് വഴിയാണ് ശ്വസിക്കുന്നത്. സോ ദിസ് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ്. സോ നമുക്കവിടെ തെറ്റിട്ട് വെക്കാം. ദ ഡി, വാക്സി കോട്ടിംഗ് ഓൺ ലീവ്സ്. ലോട്ടസിന്റെ ഇലകളിൽ വാക്സി കോട്ടിംഗ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വാട്ടർ ലില്ലിയുടേതും ലോട്ടസിന്റേതും സെയിം അഡാപ്റ്റേഷൻസ് ആണ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഡി ശരിയായ കാര്യമാണ്. നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇൻകറക്റ്റ് പെയർ ആയിരുന്നു. വിച്ച് വൺ ഈസ് ദ ഇൻകറക്റ്റ് പെയർ ഇൻ ദീസ് 4 പെയർസ്? ദ തേർഡ് വൺ, സി, ഗിൽസ് ഫോർ ബ്രീത്തിങ് ഫ്രോഗ്. തെറ്റാണ് അല്ലെ. അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് വെക്കാം. ഓക്കെ. ദ 6th question, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്സ്? ഹാബിറ്റാറ്റ്സിനെ പറ്റി നമ്മൾ പഠിച്ചതാണ് അല്ലെ. നാച്ചുറൽ ഹാബിറ്റാറ്റ്സും ഉണ്ട്, മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്സും ഉണ്ട്. മനുഷ്യൻ നിർമ്മിച്ചതാണ് മാൻമെയ്ഡ്. മറ്റേതെന്താണ്? പ്രകൃതിയിൽ സ്വയം ഉണ്ടായവയാണ് നാച്ചുറൽ ഹാബിറ്റാറ്റ്സ്. സോ നമുക്ക് ഓപ്ഷൻസ് പരിശോധിക്കാം. ഫസ്റ്റ് വൺ ഈസ് ഗ്രാസ് ലാൻഡ്സ്. ഗ്രാസ് ലാൻഡ്സ് എന്താണ്? നാച്ചുറലി ഒക്കറിങ് ഹാബിറ്റാറ്റ് ആണ് അല്ലെ, പ്രകൃതിയിൽ സ്വയം ഉണ്ടാകുന്നതാണ്. അപ്പോ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണ്, മാൻമെയ്ഡ് അല്ല. അപ്പോൾ അവിടെ നമുക്ക് തെറ്റിട്ട് വെക്കാം. ഇറ്റ് ഈസ് നോട്ട് എ മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്. സെക്കൻഡ് വൺ, മിയാവാക്കി ഫോറസ്റ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മിയാവാക്കി ഫോറസ്റ്റ്. മിയാവാക്കി വനങ്ങൾ എന്നാൽ എന്താണ്? ആ പ്രത്യേക രീതിയിൽ സംരക്ഷണം നൽകിയിട്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് വളർത്തിയെടുക്കുന്ന നഗരവനങ്ങളാണ് മിയാവാക്കി ഫോറസ്റ്റ്. അപ്പൊ മിയാവാക്കി ഫോറസ്റ്റ് എന്താണ്? മാൻമെയ്ഡ് ആണ്, മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. വളരെ വേഗത്തിൽ ഉണ്ടാകുന്ന രീതിയിൽ മരങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ച് അതിന് പ്രത്യേക സംരക്ഷണമൊക്കെ നൽകിയിട്ടുണ്ടാക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് എ മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്. നമ്മൾ ടിക്കറ്റ് വെച്ചു. ദ തേർഡ് വൺ, റിവേഴ്സ്. Rivers are not made by humans. It is not a man-made habitat. They are naturally formed habitats. So, it is a wrong answer. The final one, biodiversity parks. So, it is a park. അത് നമ്മുടെ മനുഷ്യന്മാരുണ്ടാക്കിയെടുക്കുന്നതാണ്. പലതരം ജീവികളും അവയുടെ വാസസ്ഥലങ്ങളുടെ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഉണ്ടാക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് എ man-made habitat. So, the correct answers are second one, Miyawaki Forest, and the fourth one, Biodiversity Parks. So let's select second and for the D. Option D ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അവിടെയാണ് നമ്മൾ ടിക്കറ്റ് വെക്കേണ്ടത്. ഓക്കെ. So the 7th question, which pair can be placed in the same category based on their habitats? So we have to check the habitat of these pairs and we need to verify that they are in the same category. ഏതൊക്കെയാണ് ആ കാറ്റഗറി? ആനിമൽസ് ലിവ് ഓൺ ലാൻഡ്, ആനിമൽസ് ലിവ് ഇൻ വാട്ടർ, ആനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. രണ്ടിനും പറ്റുന്നവ അല്ലെ. അപ്പൊ നോക്കാം. ദ ഫസ്റ്റ് പെയർ നമുക്ക് കണ്ടെത്തേണ്ടത് സെയിം കാറ്റഗറി ഹാബിറ്റാറ്റിൽ വരുന്നവരാണ്. ഫസ്റ്റ് കാറ്റഗറി, ഫസ്റ്റ് ഓപ്ഷൻ, ഗോട്ട് ടോട്ടസ്. ഗോട്ട് എവിടെയാണ്? വേർ ഡു ദ ഗോട്ട് ലിവ്? നമുക്കറിയാം അല്ലെ, ഓൺ ലാൻഡ്, കരയിലാണ്. ടോട്ടസ്, what is the case of tortoise? They can live both in water and land. So it is not, they are not in the same category. So it is a wrong option. The second one, water lily frog. Water lily can only live in water, but frog can live in water and live on land. So it is not a correct answer. So then again, C, mango tree squirrel. Where does mango tree lives? On land. And where does squirrel lives? On land. So both of them live in on land. So നമുക്ക് അത് ശരിയായ ഒരു ഓപ്ഷൻ ആണ്. ട്രീ ഒരു ജീവിയാണോ എന്ന് നമുക്ക് സംശയം ഉണ്ടാവും അല്ലെ. ഇറ്റ് ഈസ് എ ലിവിങ് തിങ്. ഈ ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, വളർന്ന് അത് കൺസ്യൂം ചെയ്തിട്ട് വളർന്ന് വലുതാകുന്നുണ്ട്. സോ ദേ ആർ, നമുക്ക് എന്ത് പറയാം, ജീവികളാണ് അല്ലെ, ഒരു ജീവികളാണ്. ഓക്കെ. സോ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. രണ്ടും എവിടെയാണ്? കരയിലാണ്. They both of them live on land. The final one, camel, they live on land, deserts. Fish, they live in water. So they are not in the same category. So it is a wrong option. Which one is our correct answer? Option C, mango tree squirrel. Okay. The next question, 8. Select the group containing only abiotic factors. അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചതാണല്ലേ.
ഈ ഹാബിറ്റാറ്റ്സിൽ ബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്, അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. അവർ പരസ്പരം സഹകരിച്ചാണ് കഴിയുന്നത് എന്നൊക്കെ പഠിച്ചതാണ്. സോ അബയോട്ടിക് അജീവീയ ഘടകങ്ങൾ ആണ് കണ്ടെത്തേണ്ടത്. സോ ജീവനില്ലാത്ത ഘടകങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ട്രീ അബയോട്ടിക് ആണോ? ജീവൻ ഇല്ലേ? ട്രീക്ക് ജീവൻ ഉണ്ട്. വാട്ടർ ബയോട്ടിക് ആണോ? അല്ല, അബയോട്ടിക് ആണ്. സോ സെയിം കാറ്റഗറി അല്ല, തെറ്റിടാം. ബി സോയിൽ ട്രീ. സോയിൽ അബയോട്ടിക് ഫാക്ടർ ആണ്, ബട്ട് ട്രീ ഇസ് എ ബയോട്ടിക് ഫാക്ടർ. അപ്പൊ അതും നമ്മുടെ തെറ്റായ ഓപ്ഷൻ. സൺലൈറ്റ് എയർ. സൺലൈറ്റ് എന്താണ്? അബയോട്ടിക് ഫാക്ടർ ആണ് അല്ലെ. അതിന് എന്തില്ല? ജീവനില്ല, അജീവീയ ഘടകമാണ്. ദാറ്റ് ഈസ് ദ സെയിം കേസ് ഓഫ് എയർ. എയർ ഈസ് ഓൾസോ എൻ abiotic factor. So both of these are abiotic factors. So we have to select option C. Now let's check option D. Water and. Water is an abiotic factor, but and is a biotic factor. And in a jeevan undu. So it is not our answer. Which one is our answer? Option C is our answer. Okay. Next question. 9. Which of the following is not likely to cause air pollution? താഴെ കുറെ കാരണങ്ങൾ കൊടുത്തു. ഇതിൽ ഏതൊക്കെയാണ് നോട്ട് ലൈക്ലി ടു കോസ് എയർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യത ഇല്ലാത്തത്? എ സ്മോക്ക് ഫ്രം ഫാക്ടറീസ്. ഇറ്റ് ഈസ് എ ഷുവർ ഷോട്ട് കോസ് ഫോർ എയർ പൊല്യൂഷൻ. നമുക്കറിയാലോ ഈ ഫാക്ടറീസ് എന്നുള്ള സ്മോക്ക് എന്തിന് കാരണമാവുന്നുണ്ട്? എയർ പൊല്യൂഷന് സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ശരിയാണ്. ബേണിംഗ് പ്ലാസ്റ്റിക്, അതും ശരിയാണ് അല്ലെ. ബേണിംഗ് പ്ലാസ്റ്റിക് കോസസ് എയർ പൊല്യൂഷൻ. Throwing food waste into the river. It doesn't cause air pollution, but it causes water pollution. നമുക്ക് ഇവിടെ വേണ്ടത് എന്തായിരുന്നു? എയർ പൊല്യൂഷൻ ഉണ്ടാക്കാത്തത്, നോട്ട് ലൈക്ലി ടു കോസ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നില്ല. സ്മോക്ക് ഫ്രം വെഹിക്കിൾസ്, they also causes air pollution. So which one is our answer? The odd one, option C, throwing food waste into the water. So let's select that. The final question. Which of the following are adaptations of a turtle? എന്താണ് കണ്ടെത്തേണ്ടത്? We need to find the adaptations of turtle. Okay. Hard outer shell. We know that it is the important adaptation of a turtle. So, ശരിയിടാം. Second one. Brings water through the nose. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. Third one. Has no teeth, instead has a strong lip. പകരം എന്താണുള്ളത്? പല്ലുകൾക്ക് പകരം ശക്തമായ ചുണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് അത് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ഓക്കെ, ശരി. 4. ലൈഫ് സ്പാൻ ഈസ് ബിറ്റ്വീൻ 90 to 150 years. നമുക്കറിയാം ഒരുപാട് കാലം ജീവിക്കുന്ന ജീവിയാണ് ആമ. കടലാമകൾ ഒരുപാട് കാലം ജീവിക്കുന്നുണ്ട്. സോ 90 to 150 years ഒക്കെ അതിന് ജീവിക്കാൻ സാധിക്കും. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. Then all these 4 statements are correct. Then we have to select the answer. Option D, 1, 2, 3 and 4 are correct. That is our final answer. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ അല്ലേ, നമ്മൾ 10 ചോദ്യങ്ങൾ പരിശോധിച്ചു. എല്ലാവരും അതിന്റെ ഉത്തരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങളുടെ സ്കോർ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.